ഹലോ. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ ഇന്നാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ക്യാരറ്റ് പുട്ടും വെള്ളക്കടലയുടെ കറിയും ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ദിവസം എന്തുണ്ടാക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാനാണെങ്കിൽ വന്ന് നോക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ കുപ്പിയിൽ വെളിച്ചെണ്ണ ആകെ കട്ട പിടിച്ചിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തണുപ്പാണ്. രാവിലെയൊക്കെ നമുക്ക് എണീക്കാൻ ഭയങ്കര മടിയാവും. നല്ല തണുപ്പാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തൊട്ട് തുടങ്ങും ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കറിക്ക് വേണ്ടിയിട്ട് 2 പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് നുറുക്കാതെ അങ്ങനെ ഇടും, ഒന്ന് നുറുക്കിയിട്ടിടും. ഈ നുറുക്കാതെ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തേങ്ങയൊന്നും അരയ്ക്കാതെയാണ് കറി വെക്കുന്നത്. അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കറി നല്ല നല്ല തിക്ക് ഗ്രേവി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുട്ടിനാവശ്യമുള്ള തേങ്ങയൊക്കെ ചിരവി, ഞങ്ങൾക്കാണെങ്കിൽ 1 ഗ്ലാസ് പൊടി മതി. പിന്നെ ഇതിലാണെങ്കിൽ ക്യാരറ്റും ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും ഉള്ളത് ഉണ്ടാവും. ഇതിലാണെങ്കിൽ പുട്ടിൻ്റെ പൊടി നനയ്ക്കണത് വെള്ളം ഒഴിച്ചിട്ടല്ല, പാലൊഴിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പാലൊന്ന് ചെറുതായിട്ട് ചൂടാക്കി, അപ്പോൾ ഈ ഇളം ചൂടുള്ള പാലിൽ നമ്മൾ ഈ പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കും. ഈ പുട്ടാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ റീൽസും ഒക്കെ ഓരോന്ന് കണ്ടിട്ടൊക്കെയാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതിന് കറിയൊന്നും ശരിക്കും വേണമെന്നേ ഇല്ല. ഇതങ്ങനെ കഴിക്കാം. പിന്നെ നമുക്കിതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റും പാലൊക്കെ ആകുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. കാരണം പിള്ളേർക്കൊക്കെ നമുക്ക് ഈ വെറും കാർബോഹൈഡ്രേറ്റ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ക്യാരറ്റ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ കഴിക്കാനും വലിയ ഇഷ്ടമില്ല. അപ്പോൾ പുട്ടിലൊക്കെ ആകുമ്പോൾ അത് അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ട് കഴിച്ചോളും. അപ്പോൾ രാവുണ്ണിക്കും കുഞ്ഞിക്കും ഒക്കെ ആണെങ്കിലും ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് തേങ്ങയും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ നമ്മൾ നോർമലി പുട്ട് ചുടുന്ന പോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഇതിട്ട് കൊടുക്കുക, വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക, അങ്ങനെ തന്നെ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ കറിയൊന്നും വേണമെന്നില്ല. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് കറിയില്ലാതെയും കഴിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കടല സെപ്പറേറ്റ് വേവിച്ചു. സാധാരണ ഞാൻ അങ്ങനെയല്ല, മസാല ഉണ്ടാക്കി പിന്നെ അതിൽ കടല ഇട്ടിട്ട് പിന്നെ അങ്ങനെ എല്ലാം കൂടി വേവിക്കുക ചെയ്യാറ്. അപ്പോൾ ഇന്ന് എന്തായാലും ലേറ്റായി. അപ്പോൾ കുഞ്ഞുങ്ങൾ എണീക്കുമ്പോഴേക്ക് വേഗം ഫുഡാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഒരു അടുപ്പിൽ നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് ഇവിടെ മസാല സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയി കടല വേവുമ്പോഴേക്ക് നമുക്ക് ഈ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് നോർമൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ കുറച്ച് സവോള വാട്ടി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരുംജീരകത്തിൻ്റെ പെരുംജീരകമൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചതച്ച് അതിട്ട് കൊടുത്ത് തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ ആ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു മസാലക്കൂട്ട് നേരെ കടലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് കുറച്ച് നേരം തിളപ്പിക്കും. അപ്പോൾ നമ്മളൊരു പൊട്ടേറ്റോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടടിച്ച് അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ കറി ഏകദേശം സെറ്റായി. ഇനി കടലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണ വരെ അതൊന്ന് തിളപ്പിച്ച് പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കറി സെറ്റായി. ഇതാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പൊട്ടേറ്റോ അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ തേങ്ങ അരച്ചിട്ടും അങ്ങനെയൊക്കെ വെക്കാറുണ്ട്, പക്ഷെ ഇത്ര കൊഴുപ്പിൽ കിട്ടാറില്ല. ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്ന് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഇവിടെയാണെങ്കിൽ നിലത്തൊക്കെ ആകെ ഭക്ഷണമായിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതേപോലെ അടുക്കളയും ആകെ മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യണം. ഇന്നാണെങ്കിൽ ഇനി ഉച്ചയ്ക്കൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല. ഞായറാഴ്ച ആകുമ്പോൾ എനിക്കും ഭയങ്കര മടി തോന്നും. അപ്പോൾ പിന്നെ കഞ്ഞിയാണ് വെക്കുന്നത്, ചെറുപയറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ സീരീസോ എന്തെങ്കിലും ഫിലിമോ എന്തെങ്കിലുമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. പിള്ളേരെ എണീറ്റ് ഇങ്ങനെ വെറുതെ ചില്ല് ചെയ്തിരിക്കലാണ് സൺഡേ പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഓറഞ്ചൊക്കെ കൊടുത്ത് അവരുടെ കൂടെ കുറച്ച് നേരം കാർട്ടൂൺ കണ്ടിരുന്നു. പിന്നെ ഇവരെ പുറത്തേക്ക് കളിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ പോയപ്പോഴാണെങ്കിൽ കുഞ്ഞിക്ക് പൂവ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി. പൂ വേണ്ടേ? ഒന്ന് മതി ബാക്കി അവിടെ നിന്നോട്ടെ. അവിടെ നിൽക്കുമ്പോഴല്ലേ ഭംഗി. നോക്കിട്ട് സുന്ദരി അയ്യാ, ഒന്ന് ചിരിച്ചേ, ചിരിക്കിടി.
ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്ന ഒരു റെറ്റിനോൾ ഷോട്ടാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് സ്കിന്നൊക്കെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് കുടിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇടനേരത്ത് ഒന്ന് കുടിക്കുക ചെയ്യുക. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുളിച്ച് സെറ്റായി അവർക്ക് ഭക്ഷണം കൊടുത്തു. അവരേനെ ഉറക്കി. അപ്പോൾ ഇനി കഞ്ഞിയുടെ കൂടെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട ഒന്ന് ചിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത് ഈ രീതിയിലൊക്കെ തന്നെയായിരിക്കും. കുറേ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുണ്ടാക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ കഞ്ഞിയും ഈ മുട്ട ചിക്കിയതും അച്ചാറും ഒക്കെയാണ് ഇന്നത്തെ ലഞ്ച്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് പൊട്ടാറ്റോ ഒക്കെ എടുത്തിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊട്ടാറ്റോ ഒക്കെ തൊലി കളഞ്ഞ് അതാണെങ്കിൽ ഒരു നമുക്ക് കറക്റ്റ് ഒരു കഷ്ണമായിട്ട് കിട്ടണം. ഭയങ്കര ചെറുതാവാനും പാടില്ല, ഭയങ്കര വലുതാവാനും പാടില്ല. അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇത് കുറച്ച് നേരം ഐസ് ഇട്ട വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കണം. ഒരു 10 മിനിറ്റൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ അതിൽ എക്സ്ട്രാ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് നേരം ഐസ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടാറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. പിന്നെ അത് സ്ട്രെയിൻ ചെയ്തെടുക്കുക. സ്ട്രെയിൻ ചെയ്തെടുത്ത പൊട്ടാറ്റോ നമുക്ക് എന്തെങ്കിലും ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് തുടച്ചെടുക്കുക. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ നനവും ആ ചൂടും ഒന്ന് മാറുന്ന വരെ നമുക്കത് ഇങ്ങനെ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു പാത്രത്തിലിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലോർ ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക, എല്ലാത്തിലും നന്നായി പിടിക്കുന്ന രീതിയിൽ. എന്നിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് അങ്ങനെ എടുത്ത് വെക്കണമെന്നൊന്നുമില്ല. പിന്നെ ഓയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലെ എണ്ണയാണെങ്കിൽ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഭയങ്കര ചൂടാവണ്ട, നല്ല ചൂടായിട്ടിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് വേഗം കരിഞ്ഞു പോവും. പിന്നെ അതുമ്പോൾ കുറേ നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ പൊടിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അത് ചിലപ്പോൾ വേഗം കരിഞ്ഞു പോവും പുറം ഭാഗം, ഉള്ളു വേവാതെ. അപ്പോൾ ഞാൻ ഇത് ഒരു പ്രാവശ്യം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ എല്ലാം ഞാൻ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഒറ്റ പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഒരു വാടിയ പോലെ ആണ് കിട്ടുക. കറക്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഫ്രൈ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഫ്രൈ ചെയ്യുന്നത് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് പിള്ളേർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഇതിപ്പോൾ അത്ര ഹെൽത്തി അല്ലെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഹെൽത്തിയാണ്. അപ്പോൾ രാവുവിനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് എപ്പോഴും ചൂസ് ചെയ്യാറ്. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ പിന്നെ നൈറ്റ് പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തു. ഒരു ബർഗറും ബീഫ് ബർഗറും പിന്നെ ലോഡഡ് ഫ്രൈസും മോമോസും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.